നടന്ന വഴികളെക്കുറിച്ച് ആലോചിക്കുവാനും നടക്കാനിരിക്കുന്ന ദൂരങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള സംഗമമാണ് നമ്മുടെ കൂടിച്ചേരലുകൾ. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പുനർവിചാരങ്ങളാണ് ഇത്തരം കൂടിച്ചേരലുകളിൽ നമ്മുടെ മനസ്സിൽ നിരന്തരമായി ഉയർന്നു പോകേണ്ടത്. സമ്മേളനത്തിന് വന്നപ്പോൾ ഉള്ളതിനേക്കാൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും പരലോകമെന്ന പ്രതീക്ഷയും സർവമനുഷ്യരോടുമുള്ള സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു മനസ്സോടുകൂടി ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാർ. അല്ലാത്ത ആളുകൾ നഷ്ടക്കാരാണ്. ആ വിജയികളിൽ ഉൾപ്പെടുവാനുള്ള ശ്രമം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടാകണമേ എന്ന് തുടക്കത്തിലെ ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാൻ. ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ദൗത്യം. പല രീതിയിൽ ജീവിതത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു തമാശയായി, ചില വിനോദങ്ങൾക്കുള്ള ഇടവേളകളായി ഒരായുസ്സിനെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സെക്കൻഡും വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന ഓർമ്മയോടുകൂടി ഒരായുസ്സിനെ ധന്യമാക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ വിജയികൾ. നമ്മൾ സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ, ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കേണ്ടതിനാവശ്യമായ പരിശ്രമങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ആ മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ ജീവിതം. അവരുടെ അധ്വാനം, അവരുടെ പരിശ്രമങ്ങൾ, അവരുടെ സമ്പാദ്യം എല്ലാം. മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് പോലും മക്കൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും ആളുകൾ മോഷ്ടിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോ തെറ്റ് ചെയ്യാൻ പോലും നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പലരെയും അതിന് പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹമാണ് മക്കളോടുള്ള സ്നേഹം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഗൾഫിൽ റൂമിൽ താമസിച്ചിരുന്ന ഒരാള് 30-ലേറെ വർഷം അദ്ദേഹം ഗൾഫിൽ ജീവിച്ചു. അങ്ങനെ നാട്ടിലേക്ക് ഗൾഫ് ജീവിതം മതിയാക്കി തിരിച്ചു പോകുമ്പോൾ ആ പാവം മനുഷ്യന് ഒരു സമ്മാനം കൊടുക്കാൻ റൂമിലുള്ള എല്ലാ ആളുകളും തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്താണ് പറയുന്നതെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരും, അതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം. അദ്ദേഹം വേണ്ട എന്നൊരുപാട് തവണ പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം എങ്ങനെയായിരുന്നു? എന്നും അദ്ദേഹം ജോലിക്ക് പോകുന്ന വഴിവക്കിൽ പീടികയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിയുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു ഷവായ കഴിക്കുക അല്ലെങ്കിൽ ഒരു ഷവർമ കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരു പക്ഷേ അത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ 32 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പാവം മനുഷ്യനത് കഴിച്ചിട്ടില്ല. നമ്മുടെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആള് നാട്ടിലേക്ക് വന്നു. ലീവ് കഴിഞ്ഞിട്ടും അദ്ദേഹം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്താണ് ഗൾഫിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ പാവം മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഒരു പല്ല് വരുന്നുണ്ട്, ആ പല്ല് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഒരു പാവം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണത്. ആ കുട്ടിക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്.
ആ കുട്ടിയെ ഇനി എന്നാണ് അയാൾ കാണുക എന്ന് വർഷങ്ങൾ എടുക്കും അതിന്. മക്കൾക്ക് വേണ്ടിയുള്ള ഒരാളുടെ ജീവിതം, അധ്വാനം. ശരി, ആ മകൻ അല്ലെങ്കിൽ ആ മകൾ വളർന്നു വന്ന് ഒരു ജോലിയിലൊക്കെ ആയി ഒരു ശമ്പളക്കാരായി തീർന്നതിന് ശേഷം ഈ വാപ്പയെയും ഈ ഉമ്മയെയും അല്ലെങ്കിൽ ഈ അച്ഛനെയും ഈ അമ്മയെയും ആ മക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല എങ്കിൽ, ആ ഉമ്മയുടെ ആ ഉപ്പയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, ഒരു തീരുമാനത്തിൽ അവരുടെ അഭിപ്രായം പരിഗണിക്കുന്നില്ല എങ്കിൽ, ആ മാതാപിതാക്കൾക്ക് എത്ര സങ്കടം ഉണ്ടാവും? അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് അവർ പറയും, ആ വിഷമം അവർ പങ്കുവെക്കും. കൂട്ടത്തിൽ അവരൊരു കാര്യം പറയും, അവന് അല്ലെങ്കിൽ അവള് ഇപ്പൊ ഞങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് പറയും. അതാണ് അവർ പറയാം. എന്നാൽ ഇതേ വാക്ക് ദയാലുവായ അള്ളാഹു ഒരുപക്ഷെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച്, നമ്മിൽ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്, അതവർ കൊടുക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണനയുണ്ട്, അതവർ കൊടുക്കുന്നില്ല. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു ഇത് എന്നെ കുറിച്ചാണ് എന്ന്. അല്ലേ? എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. പക്ഷെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്? മൊബൈൽ ഫോണിൽ നമുക്കിഷ്ടമുള്ള ആളുകളോട് മണിക്കൂറുകൾ നേരം നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം അതിലേറെ വേഗം തീർന്നു പോകുന്നു. എന്തേ അള്ളാഹുവിനോടൊന്നും പറയാനില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് മണിക്കൂറുകൾ നേരം സംസാരിക്കുന്നു. എന്നാൽ അതിലേറെ ഉള്ളു തുറന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും പശ്ചാത്താപവും പങ്കുവെക്കേണ്ട സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സാന്നിധ്യം. പക്ഷെ ആ സാന്നിധ്യം നമ്മെ ഒട്ടും മനസ്സ് തുറന്ന് ആലോചിപ്പിക്കുന്ന വിധത്തില് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എങ്കിൽ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ ഈമാൻ എങ്ങനെയാണ് ഞാനും നിങ്ങൾ സ്വീകരിച്ചത് എന്ന ആലോചനയാണ് അവിടെ പ്രധാനം. അത് വിശ്വാസമായിട്ടാണ് നമ്മൾ സ്വീകരിച്ചതെങ്കിൽ ഇത്രയൊക്കെ കാണൂ. വിശ്വാസമല്ല ഈമാൻ. ഈമാൻ എങ്ങനെയാണ് വിശ്വാസമാവുക? ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ, ഉറപ്പാണോ? നമ്മൾ പറയും അത് ഉറപ്പാണ്. നമ്മുടെ പിറകിൽ ഇത്രയും പ്രഗത്ഭരായ ആളുകൾ ഇരിക്കുന്നു, അവരിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ, ഉറപ്പാണോ? നമ്മൾ പറയും അത് വിശ്വാസമല്ല, ഉറപ്പാണ്. എനിക്കും നിങ്ങൾക്കും ശ്വാസമുണ്ട് എന്നുള്ളത്, നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്നത് വിശ്വാസമാണോ, ഉറപ്പാണോ? നമ്മൾ പറയും അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരല്ലാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ, ഉറപ്പാണോ? ഉറപ്പാണത്. അത് വിശ്വാസമല്ല. വിശ്വാസം എന്നൊരർത്ഥം അതിനുണ്ടാകാം, പക്ഷെ നമുക്കത് വേണ്ട. സ്വലാത്ത് എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്, പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ അർത്ഥം മാറി. സക്കാത്ത് എന്ന പദത്തിനൊരർത്ഥമുണ്ട്, പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ അർത്ഥം മറ്റൊന്നായി മാറി. ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം ലക്ഷ്യമെന്നാണ്, എയിം എന്നാണ്. പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിന്റെ അർത്ഥം മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈമാൻ എന്ന പദത്തിന്റെ ആശയമാണ് നമ്മൾ പുനരാവിഷ്കരിക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികൾ മുഴുവനും സ്വാധീനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, വിശുദ്ധമാക്കുന്ന മനസ്സിന്റെ ഉള്ളറകളിലേക്ക് വജ്ര വെളിച്ചം പോലെ തുളച്ചു കയറുന്ന ഈമാനിന്റെ സ്വാധീനമാണ് ഞാനും നിങ്ങളും തിരിച്ചു പിടിക്കേണ്ടത്. അതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിച്ചത്. ആ ചോദ്യം അവരോട് മാത്രമായിരുന്നില്ല, എന്നോടും നിങ്ങളും കൂടിയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, വമാലക്കും എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് അള്ളാഹുവിന് നിങ്ങളൊരു വഖാറത്ത് കൊടുക്കാത്തത്?
വഖാറത്ത് എന്ന പദത്തിന് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസകരമാണ്. ആ വഖാറത്താണ് ഈമാൻ. ഒരു അധ്യാപകൻ അടുത്തുണ്ട് എങ്കിൽ ആ അധ്യാപകന്റെ വിദ്യാർത്ഥി എത്ര ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുകയില്ല. മാതാപിതാക്കൾ അടുത്തുണ്ട് എങ്കിൽ അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ മകൾ എത്ര ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുകയില്ല. അതിന്റെ കാരണം എന്താണ്? അവരവിടെ ഉണ്ട് എന്ന വഖാറത്താണത്. ആ വഖാറത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ വിശദീകരിച്ചത്. മാ വഖറ ഫിൽ ഖൽബ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വഖാറത്താണ്.